ലോക്സഭാ ഇലക്ഷൻ അടുത്തു നിൽക്കെ എല്ലാത്തിനും സാക്ഷ്യം വഹിക്കുകയാണ് കോട്ടയത്തിന്റെ സ്വന്തം കുഞ്ഞുഞ്ഞു ചായന്റെ കല്ലറ. ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറയ്ക്ക് മുന്നിൽ നിന്നും ഇത്തവണത്തെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ പുതുപ്പള്ളി ആർക്കൊപ്പം നിൽക്കും എന്ന യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ വരുന്ന ലോക്സഭ കോട്ടയം ലോക്സഭ ഇലക്ഷനിലെ ആര് ജയിക്കും തോന്നുന്നേ? LDF ജയിക്കോ? UDF ജയിക്കും. എന്തുകൊണ്ടാ? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അതുപോലുള്ള ഉപകാരങ്ങൾ UDF ചെയ്തിട്ടുണ്ട്. LDF ചെയ്യാനായിട്ട് യാതൊരു വകയും ജനങ്ങൾക്ക് ചെയ്തിട്ടില്ല. UDF ആണ് ഞങ്ങൾക്ക് എല്ലാം പാവപ്പെട്ടവർക്ക് മുഴുവൻ ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് UDF ജയിക്കത്തുള്ളൂ. UDFന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രവർത്തിക്കും. മാണിയൊക്കെ ഉള്ളപ്പോഴായിരുന്നു ലോട്ടറിയൊക്കെ അടിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു അടിയിലൊന്നുമില്ല. സത്യം പറഞ്ഞ 10 രൂപയുടെ പപ്പടം വിട്ട് ഞാൻ നടക്കുന്നത്. എനിക്ക് ജീവിക്കാൻ മാർഗം പോലുമില്ല. പഞ്ചായത്തിലെല്ലാം കൊടുത്തിട്ട് ഒരു നിവൃത്തിയില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റായിരുന്നു. അതുകൊണ്ട് ആർക്കും ഞാൻ ചെയ്യുന്നവർക്ക് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. എനിക്ക് പഞ്ചായത്തിൽ നിന്ന് ഒന്നും കിട്ടും. ഞാൻ 18 വയസ്സ് വരെ കമ്മ്യൂണിസ്റ്റിനെ ചെയ്തിട്ടുള്ളൂ. എനിക്കൊരു മാർഗം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഞങ്ങളിവിടെ UDF നിലയനുസരിച്ച് UDFനാണ്. ജോർജാണ് ഇവിടുത്തെ UDFിൻ്റെ സ്ഥാനാർത്ഥി. ഇവിടുത്തെ നിലപാടനുസരിച്ച് UDFനാണ് സാധ്യത. എൻ്റെ കണക്കൂട്ട് പറഞ്ഞാൽ ഈ വേള UDFനാണ് സാധ്യത കൂടുതൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ LDFിൻ്റെ ഭരണം എല്ലാവർക്കും സുഖമായി വരണമുണ്ട്. അവരിപ്പോൾ ആ ഭരണത്തെ എല്ലാവരും ഇതിലേക്ക് വരും. ശമ്പളമില്ല, പെൻഷനില്ല, ഇങ്ങനെ വന്ന കാരണം UDFന് ആണ് സാധ്യത കൂടുതൽ. പിണറായി ഭരണമല്ലേ ഇപ്പോൾ അനുഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. UDF ജയിക്കുമെന്ന് തോന്നുന്നു. ആര് ഭരിച്ചാലും അവർ മനുഷ്യരോട് അവർക്ക് വേണ്ടിയ ഉപകാരങ്ങളെ മാനിച്ച് ഭരിച്ചാൽ എല്ലാവരും നല്ലവരാ. അല്ലാതെ ഇന്നാരെന്ന് പറയാനൊന്നുമില്ല. പക്ഷേ അവർ ജനങ്ങളുടെ വിഷമങ്ങളും ഇപ്പം ശമ്പളം പോലും ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ വളരെ ബുദ്ധിമുട്ടുകളല്ലേ ആ കുടുംബം ജീവിക്കാൻ പോലെ. അപ്പം പല ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം ആര് ഭരിക്കുന്നോ അവരുടെ മനസ്സിനെ നമുക്കറിയാൻ പറ്റുന്നില്ല. അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആദ്യം എല്ലാം ഞങ്ങൾ വോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്നു. മറ്റുള്ളവരുടെ വിഷമങ്ങളും വളരെ പിന്നെ ഈ കലാപങ്ങളും ഉപദ്രവങ്ങളും വന്നിട്ട് അതിനൊന്നും ഒരു ശാശ്വതമായ ഒന്നുമില്ല. ഇപ്പം കണ്ടില്ലേ, ആന ഓരോരുത്തരെ ചവിട്ടി കൊല്ലുന്നു. ഒത്തിരി. പക്ഷേ നേരത്തെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ വോട്ട് ചെയ്യാൻ കയറുമ്പോൾ നമ്മുടെ മനസാക്ഷിക്ക് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഫ്രാൻസിസ് ജോർജ് ജയിക്കും എന്ന് പറയുന്നത് ഇപ്രാവശ്യം. UDF ജയിക്കുമെന്ന് ഉള്ള ഒരു വിശ്വാസം ഉണ്ട്.